ഹായ് ഓൾ. ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിൽ കഴിഞ്ഞ ഒരു 7-8 ക്വസ്റ്റ്യൻ പേപ്പറിലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് മൊഡ്യൂളിൽ മാത്രം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രത്യേകമായിട്ട് അനലൈസ് ചെയ്യാം. ഇപ്പോൾ തേർഡ് മൊഡ്യൂൾ നിങ്ങൾക്കറിയാം, 3 പാർട്ടാണ് മെയിനായിട്ട് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന പാർട്ട്. ഇപ്പോൾ ഷിയർ ഫോഴ്സ് എന്താണ്, ബെൻഡിങ് മൊമെന്റ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിവിധ ബീംസിന് വരയ്ക്കുന്ന ഏകദേശം 7 to 8 ക്ലാസ്സസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. സോ അതാണ് ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അത് കഴിഞ്ഞ് ടോർഷൻ, അതുപോലെ ലാസ്റ്റ് പാർട്ട് തിൻ സിലിണ്ടേഴ്സ്. ഇങ്ങനെ ഒരു 3 പാർട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിലുള്ളത്. ഇതൊന്ന് മൊത്തത്തിൽ അനലൈസ് ചെയ്താൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ആണ്. എന്നാലും ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ മാർക്ക് വെയിറ്റേജ് 3നും ഏകദേശം ഒരേപോലെയാണ്. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിനും ടോർഷനും അതുപോലെ തിൻ സിലിണ്ടറിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇനി തിയറി പോർഷനിലോട്ട് വന്നാൽ ബാക്കി മൊഡ്യൂൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ തിയറി പോർഷൻ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ. അതുകൊണ്ട് കുറച്ച് തിയറി പാർട്ടേ ഉള്ളൂ, അത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാകും. ആ തിയറി ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ആദ്യം ഒന്ന് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡിഫൈൻ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ, ഡിഫൈൻ ദ ടേം ടോർക്ക്, ഡിഫൈൻ ദ 4 ടൈപ്സ് ഓഫ് ബീംസ്, ലിസ്റ്റ് എനി 4 ടൈപ്സ് ഓഫ് ബീംസ്. അടുത്തത് ക്ലാസിഫൈ ടൈപ്സ് ഓഫ് ലോഡിംഗ് ഓൺ ദ ബീം. പിന്നെ സർക്കംഫറൻഷ്യൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് തമ്മിലുള്ള ഡെഫിനിഷൻ. പിന്നെ ഷിയർ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ തിയറി പോർഷൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. സോ മെയിൻ ആയിട്ട് ബീംസിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്: സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഫിക്സ്ഡ് ബീം, കാന്റിലിവർ ബീം, ഓവർ ഹാങ്ങിങ് ബീം, കണ്ടിന്യൂസ് ബീം. സോ ഇതാണ് ടൈപ്സ് ഓഫ് ബീം. ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ടൈപ്സ് ഓഫ് ബീം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിത്രം വരയ്ക്കുക, അതിന്റെ പേര് എഴുതുക, എന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ. സോ ഇവിടുത്തെ ബീം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ബീമിന്റെ സപ്പോർട്ട്സ് വെച്ചാണ് പറയാം. സോ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നുള്ളൊരു ചോദ്യം ലോഡ്സ് ആണ്. ലോഡ്സ് ഓൺ ബീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചർ യൂഷ്വലി ചോദിക്കാറില്ല, ലോഡ്സ് ഓൺ ബീം ആണ് ചോദിക്കുക. ലോഡ്സ് ഓൺ ബീം കോൺസെൻട്രേറ്റഡ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടത് ചിത്രം വരയ്ക്കുക, ലോഡ് മാർക്ക് ചെയ്യുക, അതുപോലെ ഈ സൈലന്റ് ഫീച്ചേഴ്സ് നിങ്ങൾ എഴുതുക. എപ്പോഴും ചിത്രം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചുകൂടെ പ്ലീസിങ് ആയിരിക്കും, അത് ശ്രദ്ധിക്കുക. പിന്നെയുള്ള ബേസിക് ഡെഫിനിഷൻ, വാട്ട് ഈസ് ഷിയർ ഫോഴ്സ്, വാട്ട് ഈസ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഷിയർ ഫോഴ്സ് എന്താണ്, ബെൻഡിങ് മൊമെന്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബീമിന്റെ ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷന്റെ ലെഫ്റ്റിലോ റൈറ്റിലോട്ടോ നോക്കിക്കഴിഞ്ഞാൽ, ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒന്ന് മാത്രം നോക്കിക്കഴിയുമ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ്, ഇപ്പോൾ ഒരു ബീമിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്ത് ആ ലെഫ്റ്റ് സൈഡിലുള്ള അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സ്, അതാണ് എന്ത്, ഷിയർ ഫോഴ്സ്. അൺബാലൻസ്ഡ് മൊമെന്റ് ആണ് ബെൻഡിങ് മൊമെന്റ്. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ ആണ് വാട്ട് ഈസ് ഷിയർ ഫോഴ്സ്, വാട്ട് ഈസ് ബെൻഡിങ് മൊമെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാനുള്ളത്. പിന്നെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് പോർഷനിൽ നിന്ന് വരുന്ന ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്നുള്ളത്. അത് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവസാനം പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന്. എന്തായിരുന്നു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് ഓർമ്മയുണ്ടോ? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ഓവർ ഹാങ്ങിങ് ബീമിന്റെ കേസിലാണ് അങ്ങനെ വരിക. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലോട്ട് ആ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ നേച്ചർ മാറുന്ന പോയിന്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, പോസിറ്റീവ് സാഗിങ് ആണ്, നെഗറ്റീവ് ഹോഗിങ് ആണ്, അല്ലേ? സോ സാഗിങ്ങിൽ നിന്ന് ഹോഗിങ്ങിലോട്ട് മാറുന്ന പോയിന്റ് കണ്ടോ, ഇവിടെ സാഗിങ് ആയിരുന്നു, അവിടുന്ന് ഹോഗിങ് ആവുന്നു, സാഗിങ് ടു ഹോഗിങ് മാറുന്ന പോയിന്റ്, അതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷന്റെ പ്രത്യേകത ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ടോർഷനും അതുപോലെ പിന്നെന്താണ്, ടോർഷനും നമ്മുടെ തിൻ സിലിണ്ടറും. ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ടോർഷനിൽ നിന്ന് അധികം തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും വരാനില്ല. മീൻസ് ഫസ്റ്റ് പാർട്ടിൽ 2 മാർക്കിൽ തിൻ സിലിണ്ടറിൽ ചോദിക്കാവുന്ന ഈ ഒരു സാധനമാണ്, വാട്ട് ഈസ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനെ നമ്മൾ ഹൂപ്പ് സ്ട്രെസ് എന്നും വിളിക്കും. സോ ഈ 2 സ്ട്രെസ് ഡെഫിനിഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ സ്ട്രെസ് ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ ഡെഫിനിഷൻ എഴുതുക, അതുപോലെ അതിന്റെ ഇക്വേഷൻ എഴുതുക, ചിത്രം വരയ്ക്കുക. സോ യുവർ ആൻസർ വിൽ ബി പെർഫെക്റ്റ്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ പോർഷനിൽ നിന്ന് ആൻസർ ചെയ്യണം. ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക്
തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ. അത് മുഴുവൻ പഠിച്ചാൽ ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അടുത്തത് നമ്മൾ ഷോർട്ട് പാരഗ്രാഫ് 6 മാർക്ക് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ ആ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ക്വസ്റ്റ്യൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ലോഡോ 2 ലോഡോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്ത കുറെ കേസസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്ത കേസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡുകളിലോട്ട് നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ 6 മാർക്കിന് ചോദിക്കാൻ സാധ്യത നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്ത് ഇതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL. അതിൽ WL എന്നൊക്കെ പറഞ്ഞു വാല്യൂസ് തരാതെ ലോഡിന് W എന്നും സ്പാൻ L എന്നൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രോ ഷിയർ ഫോഴ്സും അങ്ങനെ സ്റ്റാൻഡേർഡ് കേസസ് ആണ് യൂഷ്വലി ചോദിക്കുക. ആ സ്റ്റാൻഡേർഡ് കേസസ് ചോദിക്കാതെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡ്രോ ദ SFD ആൻഡ് BMD ഓഫ് എ കാന്റിലിവർ ബീം ABO സ്പാൻ 2.5 മീറ്റർ വിത്ത് UDL 1 കിലോമീറ്റർ along all of its span. എന്ന് വെച്ചാൽ ഇവിടെ നോക്കി ഒരു കാന്റിലിവർ ആണ് AB അല്ലേ. AB കാന്റിലിവറിന് ത്രൂ ഔട്ടായിട്ട് UDL. ഓക്കെ, 2.5 മീറ്റർ ഉള്ള AB കാന്റിലിവറിന് ത്രൂ ഔട്ടായിട്ട് UDL. ഇങ്ങനെ ഒരു കേസിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ആ ക്വസ്റ്റ്യന് ഏകദേശം നമ്മൾ ഇവിടെ സാധാരണ ഒരു കാന്റിലിവറിന്റെ ത്രൂ ഔട്ട് UDL സിംപ്ലി സപ്പോർട്ടഡ് ബീം ത്രൂ ഔട്ട് UDL ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ഇത് വിത്ത് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു വന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിന് നമുക്ക് പാർട്ട് ബിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഇങ്ങനെ സിമ്പിൾ ലോഡിങ്ങിന് 1 or 2 ലോഡ് മാത്രമുള്ള സ്റ്റാൻഡേർഡ് കേസസ് ആണ് ചോദിക്കാൻ സാധ്യത. പിന്നെ ഉള്ളത് മെയിൻ ആയിട്ട് നമുക്ക് ബി പാർട്ടിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ടോർഷനിൽ നിന്നും അതുപോലെ നമ്മുടെ തിൻ സിലിണ്ടേഴ്സിൽ നിന്നാണ്. സോ ബി പാർട്ടിൽ കൂടുതൽ സ്ട്രെസ് വരാൻ സാധ്യത ടോർഷനും തിൻ സിലിണ്ടറും. കാരണം ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. ഇവിടെ നോക്കാം കാന്റിലിവറിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത് 2 മീറ്റർ പോയിന്റ് ലോഡ് ഓഫ് 1 കിലോ ന്യൂട്ടൺ ആൻഡ് ഫ്രീ ഹെൻഡ്സ്. ഇതൊരു സ്റ്റാൻഡേർഡ് കേസ് ആണ് അല്ലേ. ഇവിടെ നോക്കിക്കേ കാന്റിലിവർ 3 മീറ്റർ ലോങ് ക്യാരീസ് UDL ഓഫ് 2 കിലോ ന്യൂട്ടൺ മീറ്റർ ഓവർ ദ എൻറ്റയർ സ്പാൻ ആൻഡ് എ പോയിന്റ് ലോഡ് ഓഫ് 3 കിലോ ന്യൂട്ടൺ അറ്റ് ദ ഫ്രീ എൻഡ്. ഇതും ഒരു സ്റ്റാൻഡേർഡ് 2 ലോഡ് എന്നേ ഉള്ളൂ. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാന്റിലിവർ ബീമാണ്. അതും സ്റ്റാൻഡേർഡ് കേസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിൽ അങ്ങനെയാണ് വരിക. ഇതാ ക്യാരിങ് പോയിന്റ് ലോഡ് W അറ്റ് ഫ്രീ എൻഡ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് കേസസ് നിങ്ങൾക്ക് ബി പാർട്ടിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മുടെ ബാക്കി പോർഷനിലോട്ട് വരുമ്പോൾ ഏറ്റവും നിങ്ങൾ അത്യാവശ്യമായി പഠിക്കേണ്ട സാധനം ഇതാണ്, സ്റ്റേറ്റ് അസംഷൻസ് ഇൻ പ്യുവർ ടോർഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റേറ്റ് അസംഷൻസ് ഇൻ പ്യുവർ ടോർഷൻ, സ്റ്റേറ്റ് അസംഷൻസ് ഇൻ പ്യുവർ ടോർഷൻ, സ്റ്റേറ്റ് അസംഷൻസ് ഇൻ പ്യുവർ ടോർഷൻ. ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. അസംഷൻസ് ഓഫ് പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഒരു 5 പോയിന്റ്സ്. ഈ ഒരു 5 അസംഷൻസ് നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി. ഇതിപ്പോ നമ്മൾ 4th മൊഡ്യൂളിൽ സിമ്പിൾ ബെൻഡിങ് പറയുന്ന സമയത്തും പറയും, അവിടെയും കുറച്ച് അസംഷൻസ് ഉണ്ട്. രണ്ടും ഏകദേശം സിമിലർ ആണ്. സോ അസംഷൻസ് എന്തായാലും അസംഷൻസ് ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ അസംഷൻസ് പഠിച്ചു വെക്കുക. സോ ടോർഷൻ ഇക്വേഷന്റെ അസംഷൻസ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ബി പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ്. പിന്നെ ബി പാർട്ടിൽ പ്രോബ്ലംസ് ചോദിക്കാം. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എടുക്കാം. കാൽക്കുലേറ്റ് ദ സേഫ് പ്രഷർ ഇൻസൈഡ് എ മൈൽഡ് സ്റ്റീൽ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 1.5 meter contains some fluid. The thickness of cylinder wall is 4 millimeter. Assume the maximum allowable tensile stress in mild steel is 8 Newton per mm². ഇപ്പൊ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ് നമ്മുടെ തിൻ സിലിണ്ടേഴ്സിൽ 2 രീതിയിലുള്ള ക്വസ്റ്റ്യനാ വരാൻ സാധ്യത. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഹൂപ്പ് സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്, അതുപോലെ നമ്മുടെ ഡയമെട്രിക്കൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ ഒക്കെ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ഡിസൈൻ. ഇതുപോലെ നമ്മൾ ടോർഷനിലോട്ട് വന്നാൽ ടോർഷനിൽ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഈ ടോർഷൻ ഇക്വേഷൻ വെച്ച് ഏതെങ്കിലും അൺനോൺ ആയിട്ടുള്ള ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. രണ്ടാമത്തത് ഡിസൈൻ പ്രോബ്ലംസ്. സോ ഇതിൽ നമ്മൾ ഇപ്പൊ കണ്ട ക്വസ്റ്റ്യൻ ഇത്
സേഫ് പ്രഷർ ഇൻസൈഡ് എ മൈൽഡ് സ്റ്റീൽ സിലിണ്ടർ എന്നാ പറയുന്നത്. ഓഫ് ഡയമീറ്റർ 1.5 meter contains some fluid. The thickness is 4 mm. Assume the allowable tensile stress is 8 Newton per mm square. So സിലിണ്ടർ ആണ്, അതിന്റെ വാൾ തിക്നെസ് തന്നിട്ടുണ്ട്, അതിൽ ഫ്ലൂയിഡ് ഉണ്ടെന്നും പറയുന്നുണ്ട് അല്ലെ. സോ ആ ഫ്ലൂയിഡിന്റെ സേഫ് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമിലർ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ തിൻ സിലിണ്ടേഴ്സിൽ ചെയ്തിട്ടുണ്ട്. തിൻ സിലിണ്ടേഴ്സിൽ നമ്മൾ ചെയ്ത രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. Calculate the safe pressure inside a mild steel cylinder of diameter 2 meter and plates are made of 12 mm. ഇവിടെ വ്യത്യാസം മാത്രം ഞാൻ പറയാം. ഹൂപ്പ് സ്ട്രെസ് 90 Newton per mm square, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 60 Newton per mm square എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടിന്റെ ഇക്വേഷൻ വെച്ചിട്ട് മാക്സിമം സേഫ് എയർ പ്രഷർ കണ്ടുപിടിച്ച് അതിന്റെ മിനിമം വാല്യൂ എടുത്തേ. ഓക്കെ, രണ്ട് വാല്യൂ തന്നപ്പോൾ രണ്ട് സ്ട്രെസ്സിനും, ഹൂപ്പ് സ്ട്രെസ്സിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എയർ പ്രഷർ കണ്ടുപിടിച്ചിട്ട് അതിൽ മിനിമം വാല്യൂ എടുക്കുക ചെയ്തു. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുക, നമുക്ക് അങ്ങനെ ഒരു രണ്ട് പ്രഷർ തന്നിട്ടില്ല. മാക്സിമം അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് തന്നിരിക്കുന്നത്. മാക്സിമം അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് ഈസ് 80 Newton per mm square. അതായത് ആ ഒരു പെർട്ടിക്കുലർ സിലിണ്ടറിന് വരാൻ സാധ്യതയുള്ള മാക്സിമം, അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആവാം, ഹൂപ്പ് ആവാം, അതിൽ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അതെത്ര? 80 Newton per mm square. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ രണ്ട് സ്ട്രെസ്സും അല്ല, ഒറ്റ സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. ഹൂപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സോ എന്ന് പ്രത്യേകം പറയാതെ മാക്സിമം അലൗബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞ് ഒരു സാധന തന്നിരിക്കുന്നെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. അതായത് ക്രിട്ടിക്കൽ കേസ് ഏതാണ്? ക്രിട്ടിക്കൽ കേസ് ഹൂപ്പ് സ്ട്രെസ് ആണ്. സോ ഹൂപ്പ് സ്ട്രെസ് ആയിരിക്കും എപ്പോഴും ക്രിട്ടിക്കൽ. സോ ഇവിടുത്തെ ഈ ഇക്വേഷൻ FC = PD/2T P കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടുത്തെ FC എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും ഈ ക്വസ്റ്റ്യനിൽ? ഈ ക്വസ്റ്റ്യനിലെ FC 80 Newton per mm square ആയിരിക്കും. അപ്പൊ രണ്ടായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഒരു ടൈപ്പ് പ്രോബ്ലം. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡിഫറൻഷിയേറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ഹൂപ്പ് സ്ട്രെസ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ വെച്ച് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇനി സർക്കുലർ ഷാഫ്റ്റ് ടോർഷന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. സർക്കുലർ ഷാഫ്റ്റ് 30 mm diameter is subjected to a torque of 6 kN per meter. Calculate the maximum shear stress developed in the shaft. Maximum shear stress ന്റെ ഇക്വേഷൻ എന്താ? T/J × R അല്ലെ. T/J × R ആണ് മാക്സിമം ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ. ഇവിടെ ടോർക്ക് തന്നിട്ടുണ്ട്. ടോർക്ക് 6 kN per meter. 6 kN per meter ആയിരിക്കില്ല, ഇത് 6 kN ആയിരിക്കും. സോ 6 kN ടോർക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്നാൽ നിങ്ങൾക്ക് J കണ്ടുപിടിക്കാം അല്ലെ. π/4 π/32 d⁴. അതാണ് സർക്കുലർ ഷാഫ്റ്റിന്റെ J എന്ന് പറയുന്ന വാല്യൂ. സോ J അറിയാം, ഡയമീറ്റർ എന്ന റേഡിയസ് കണ്ടുപിടിക്കുക, T/J × R, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാ സാധനവും തന്നിട്ടുണ്ടോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയർ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ. സോ ഈ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ നോക്കാം. ഷാഫ്റ്റ് ഹാസ് ടു ട്രാൻസ്മിറ്റ് എ പവർ ഓഫ് 105 kW at 160 RPM. If the shear stress is not to exceed 65 Newton per mm square and twist in a length of 3.5 meter must not exceed 1 degree, find a suitable diameter. ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ. നോക്കിക്കേ, ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് വിച്ച് കണ്ടെയ്ൻ. അതിന്റെ പവർ തന്നു. പവർ തന്നിട്ട് രണ്ട് കണ്ടീഷൻസ് അല്ലെ. എന്ന് വെച്ചാൽ ഡിസൈൻ പ്രോബ്ലം ആണ്. രണ്ട് കണ്ടീഷൻസ് തന്നിട്ട് ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡയമീറ്റർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ രണ്ട് കണ്ടീഷൻ എന്താ? ഒന്ന്, ഷിയർ സ്ട്രെസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 65. അതായത് നമ്മുടെ Q മാക്സ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 65. രണ്ടാമത്തെ കണ്ടീഷൻ, തീറ്റ ഷുഡ് നോട്ട് എക്സീഡ് 1 degree. അതായത് 3.5 മീറ്ററിൽ 1 degree എക്സീഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്ത എക്സസൈസിനുള്ള ഡിഫറൻസ് ഞാൻ പറയാം. സോ ഇവിടെ Q മാക്സ് തന്നിട്ടുണ്ട്. Q മാക്സിന്റെ വാല്യൂ ആ ക്വസ്റ്റ്യനിൽ Q മാക്സ് എടുത്ത് എഴുതുക. T/J, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡയമീറ്റർ കിട്ടും. ഇനി രണ്ടാമത്തത്, ഇവിടെ ഒരു വ്യത്യാസം ഉള്ളത്, നേരത്തെ നമ്മൾ 1 ഡിഗ്രിക്ക് 1 മീറ്റർ ലെങ്ത് ആയിരുന്നു. 1 degree ട്വിസ്റ്റ് ഫോർ 1 മീറ്റർ ലെങ്ത്. ഈ ക്വസ്റ്റ്യനിലുള്ളത് ട്വിസ്റ്റ് ഇൻ എ ലെങ്ത് ഓഫ് 3.5 meter must not exceed 1. സോ 1 degree
ട്വിസ്റ്റ് ഉണ്ടാവുന്നത് 3.5-ലാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ L 3.5 ആവും, ബാക്കി ഡാറ്റയൊക്കെ സിമിലർ ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യും. സോ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ എക്സാമ്പിൾ ആണ്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ എല്ലാം കണ്ടോ, സ്റ്റേറ്റ് അസംഷൻസ് ഇൻ പ്യുവർ ടോർഷൻ, സ്റ്റേറ്റ് അസംഷൻസ് ഇൻ പ്യുവർ ടോർഷൻ, സ്റ്റേറ്റ് അസംഷൻസ് ഇൻ പ്യുവർ ടോർഷൻ. പിന്നെ അടുത്തൊരു ടോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, തിൻ സിലിണ്ടറിൽ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്ത് ചെയ്തത്, അതുകൊണ്ടാണ് 19 Newton/sec ഹൂപ്പ് സ്ട്രെസ്സും തന്നിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മാക്സിമം സേഫ് പ്രഷർ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു പോർഷൻ അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബി പാർട്ടിൽ മേജറായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് തിൻ സിലിണ്ടറും ടോർഷനും തന്നെയാണ്. അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുക. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലോട്ട് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത മേജറായിട്ട് ഏറ്റവും ജനറൽ കേസസ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ എടുത്ത ജനറൽ കേസസിന്റെ പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് WL ഒക്കെ ഇട്ടിട്ട് ആ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വാല്യൂസ് തന്നിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, അതായിരിക്കും ചോദിക്കുക. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലോഡും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള റിലേഷൻ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് ലോഡും ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ഓർക്കുന്നുണ്ടോ? ഇത് തന്നെ, dm/dx ആണ് ഷിയർ ഫോഴ്സ് അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ് ഷിയർ ഫോഴ്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ആണ് ലോഡിങ്. ഈ ഒരു റിലേഷൻ ആണ് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ dm/dx F ആണ്, df/dx ലോഡിംഗ് ആണ്. ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പാർട്ട് ബി ഏകദേശം ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ട് സിയിലോട്ട് വന്നാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും വരയ്ക്കാൻ. സോ പാർട്ട് സിയിലെ പ്രിഡോമിനന്റ് സാധനം ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ആണ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഫിഗറിന്റെ സിംപ്ലി സപ്പോർട്ടഡ് ആവാം, ഓവർ ഹാങ്ങിങ് ആവാം, ഏതെങ്കിലും ഒരു ലോഡിംഗ് കണ്ടീഷൻ തന്നിട്ട് അതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നിങ്ങൾക്ക് കാണാം. ഇവിടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ചിത്രം തന്നിട്ടാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? സോ ചിത്രവും ലോഡിങ്ങും തന്നിട്ടുണ്ട്, അത് തന്നിട്ട് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കുന്നു. ഇനി ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ബീമിന്റെ സ്പാൻ ഇതാണ്, ഈ സ്പാനിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ലോഡ് ഉണ്ട്, ആ ലോഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ലോഡ് വരുന്നു, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു സെന്റൻസ് വൈസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ഇമേജ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ആ ഒരു ടൈപ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് കാണിച്ചുതരാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം AB. സോ AB എന്ന് പറയുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ആ ബീമിന് 8 മീറ്റർ ആണ് സ്പാൻ. ഓക്കെ, പോയിന്റ് ലോഡ് 2 kN അറ്റ് 5 മീറ്റർ ഫ്രം A. സോ ഇതാണ് A എന്ന് വിചാരിക്കുക, ഇതാണ് B എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ, A സപ്പോർട്ട് ചെയ്യുന്ന 3 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ഇതാണ് 3 kN ഫോഴ്സ്. അത് എത്ര ഡിസ്റ്റൻസിലാ? ഈ ഒരു ഡിസ്റ്റൻസിൽ, 3 മീറ്റർ ഡിസ്റ്റൻസിൽ. ഇനി പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 2 kN ബിറ്റ്വീൻ ദ പോയിന്റ് ലോഡ്സ്. ഓ, രണ്ട് ലോഡ് ഉണ്ട് അല്ലേ. സോ 2 kN അറ്റ് 5 മീറ്റർ ഫ്രം A. സോ എന്ന് 5 മീറ്റർ ദൂരത്തിൽ ഒരു 2 kN ഉണ്ട്, അതുപോലെ 3 മീറ്റർ ദൂരത്തിൽ ഒരു 3 kN ഉണ്ട്. അപ്പൊ അത് 3, ഇനി ഇത് 2. സോ ഇതാണ് ലോഡിങ്. ഇനി പറയുന്നത് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓഫ് 2 kN ഈസ് ബിറ്റ്വീൻ ദ പോയിന്റ് ലോഡ്സ്. ഈ രണ്ട് പോയിന്റ് ലോഡ്സിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു UDL ഉണ്ട്. ആ UDLന്റെ വാല്യൂ 2 kN/m. ഇനി പറയുന്നത് ഇതിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. സോ യൂഷ്വലി ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് പ്രോബ്ലത്തിൽ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചോദിക്കുക. ഒന്ന് വെറുതെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് നിങ്ങളോട് വരയ്ക്കാൻ പറയും. രണ്ടാമത്തത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ പറയും. മാക്സിമം ബെൻഡിങ് മൊമെന്റും മാക്സിമം ഷിയർ ഫോഴ്സും ഉണ്ടെങ്കിൽ അത് വരയ്ക്കാൻ പറയും. സോ ഈ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 7 ക്ലാസ്സുകളിലായിട്ട് ഓരോ ടൈപ്പ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്.
ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫ് മാത്രം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. എങ്ങനെയാണ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ആദ്യം കുറച്ച് സൈലന്റ് പോയിന്റ്സ് പഠിച്ചിരുന്നു. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഡെഫിനിഷൻ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷന്റെ ഒരു ബീമിന്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തിട്ട് ഐദർ ടു ലെഫ്റ്റ് ഓർ ടു ദ റൈറ്റ് ഏതെങ്കിലും ഒരു സൈഡ് മാത്രം കൺസിഡർ ചെയ്ത് ആ സൈഡിലെ അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടുപിടിച്ചാൽ അത് ഷിയർ ഫോഴ്സ്, അൺബാലൻസ്ഡ് മൊമെന്റ് കണ്ടുപിടിച്ചാൽ അത് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റിന് ഷിയർ ഫോഴ്സിന് സൈൻ കൺവെൻഷൻ ഉണ്ട്. സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പഠിച്ചിരുന്നു അല്ലെ, റൺ റൈറ്റ് അപ്പ് നെഗറ്റീവ്. അപ്പോൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അൺബാലൻസ്ഡ് ഫോഴ്സ് മുകളിലോട്ടാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ എങ്ങോട്ടാ പോവാ, മുകളിലോട്ടാ പോവാ. അപ്പൊ റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ സെക്ഷന്റെ അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ആ സെക്ഷന്റെ റൈറ്റ് സൈഡ് മുകളിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇനി റൈറ്റ് ഹാൻഡ് ഡൗൺ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് അപ്പ് ആണെങ്കിൽ അങ്ങനെ. സോ ഈ ഒരു റൈറ്റ് അപ്പ് നെഗറ്റീവ് വെച്ചിട്ട് ബാക്കി നമ്മൾ എഴുതും. സോ ലെഫ്റ്റ് അപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് ഡൗൺ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ കേസിലാണെങ്കിൽ സാഗിങ് പോസിറ്റീവ് സ്മൈലി അല്ലെ, സോ പോസിറ്റീവ് ആണ്. ഹോഗിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്മൈലി, സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. സാഗിങ്ങിന്റെയും ഹോഗിങ്ങിന്റെയും സൈൻ കൺവെൻഷൻ അങ്ങനെയാണ്. ഇനി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് നമ്മൾ എല്ലാ സൈലന്റ് പോയിന്റ്സിലും കണ്ടുപിടിക്കണം. സൈലന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്, അതുപോലെ പോയിന്റ് വേർ ദ നാച്ചർ ഓഫ് ദ ഗ്രാഫ് ചേഞ്ചസ്. സോ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ മാർക്ക് ചെയ്യണം, അതിന്റെ രണ്ട് സപ്പോർട്ടിലുള്ള വാല്യൂസ്, അതുപോലെ ഈ ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിലോ ആ ഫിഗറിന്റെ ആ പോയിന്റ്സിലെ വാല്യൂസ് നിങ്ങൾ മാർക്ക് ചെയ്യണം. അതുപോലെ മാക്സിമം വാല്യൂസ്, ഷിയറിന്റെയും ബെൻഡിങ്ങിന്റെയും മാക്സിമം വാല്യൂസ് നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ആ ഷിയർ ഫോഴ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു ലോഡ് വേരിയേഷനും ഇല്ലെങ്കിൽ, അതായത് പോയിന്റ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആവും. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പ്രോബ്ലം പറയുന്ന സമയത്ത് പറയാം. യു ഡി എൽ ആണെങ്കിൽ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും എസ് എഫ് ഡി, സെക്കൻഡ് ഡിഗ്രി പാരാബോള ആയിരിക്കും, അതായത് പാരാബോളിക് കർവ് ആയിരിക്കും ബി എം ടിയിൽ. യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെങ്കിലോ സെക്കൻഡ് ഡിഗ്രി പാരാബോള ആയിരിക്കും ഷിയർ ഫോഴ്സിൽ, ബെൻഡിങ് മൊമെന്റിൽ തേർഡ് ഡിഗ്രി പാരാബോള ആയിരിക്കും. ഓക്കെ, സോ യൂഷ്വലി യു വി എൽ ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കായികയില്ല എന്നില്ല, നമ്മുടെ സിലബസിൽ ഉള്ളതാണ്. പക്ഷെ സാധാരണ നിങ്ങൾക്ക് പോയിന്റ് ലോഡും യു ഡിയിലും ഉള്ള കേസാണ് ചോദിക്കാറ്. അത് ക്യാൻഡിലിവറിന്റെ കേസിലോ സിംപ്ലി സപ്പോർട്ടറിന്റെ കേസിലോ അതുപോലെ ലാസ്റ്റത്തെ നമ്മുടെ ഓവർ ഹാങ്ങിങ് കേസോ ചോദിക്കാം. ഇനി എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റം വരയ്ക്കാം, നമുക്കൊരു ചെറിയ പ്രോബ്ലം വെച്ചിട്ട് അതിന്റെ സ്റ്റെപ്സ് ഞാൻ പറയാം. ഓക്കെ, ജനറൽ കേസ് എടുക്കുന്നില്ല, നമ്മൾ ലോഡൊക്കെ ഉള്ള ഒരു ചിത്രം എടുക്കാം. സോ ഇത് ക്യാൻഡിലിവർ ആണ്, പോട്ടെ. Okay, let us take this example. Where simply supported beam of span 8 meter has a UDL of 10 kilonewton meter, 4 meter length. അപ്പൊ ഇതൊരു സെന്റൻസ് വൈസ് തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ഞാൻ പറയുന്നേ ഉള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ കാൽക്കുലേഷൻ അല്ല പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ബീം വരയ്ക്കണം. സോ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞു, ലോഡിംഗ് കേസ് ഒക്കെ തന്നു, അത് എക്സാക്ട് ആയിട്ട് വരച്ചാൽ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് ക്ലിയർ ആയി. ഇനി ഈ വരയ്ക്കുന്നതേ തെറ്റിപ്പോയാലോ ഫൈനൽ ആൻസർ വരെ എല്ലാം തെറ്റിപ്പോകും. സോ ഫസ്റ്റ് കെയർ ഷുഡ് ബി ഗിവൺ ടു ഡ്രോയിങ് ദ ഫിഗർ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫിഗറും ലോഡിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഡയറക്റ്റ് അത് വരച്ചാൽ മതി. സെന്റൻസ് ആയിട്ടാണ് തരുന്നതെങ്കിൽ ആദ്യം ഈ ഒരു ഫിഗർ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ ടാസ്ക്. ഓക്കെ, അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ബീമിന്റെ റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. സോ ആ റിയാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടതാണ് അടുത്ത് ചെയ്യുക. ആർ എ ആർ ബി ഉണ്ട്, ആർ എയും ആർ ബിയും നമ്മൾ കണ്ടുപിടിച്ചു. സോ റിയാക്ഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബീമിന്റെ ചിത്രം വരയ്ക്കാം അല്ലെ. റിയാക്ഷൻസ് 6 42.5 47.5 പിന്നെ ലോഡിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഫ്രീ ബോഡി ഡയഗ്രം വരച്ചു. ഇനി നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും വരയ്ക്കാൻ പോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഷിയർ ഫോഴ്സ് വരയ്ക്കുന്നു. ഷിയർ ഫോഴ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ബീമിനെ ഡിവൈഡ് ചെയ്യണം അല്ലെ. സോ ബീമിനെ പല സ്പാൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ സ്പാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ലോഡിന്റെ ഇടയ്ക്കുള്ള പോർഷൻസ് നമ്മൾ പല സ്പാൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു ബീമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എ സി എടുക്കണം, സി ഡി എടുക്കണം, ബി ഡി എടുക്കണം. അങ്ങനെ 3 സ്പാൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ, പോർഷൻ എ സി,
പോർഷൻ സി ഡി, പോർഷൻ ഡി ബി. ഓക്കെ, ഈ 3 പോർഷൻ എടുത്തിട്ട് ഈ 3 പോർഷനിൽ നമ്മൾ ഓരോ സെക്ഷൻസ് കൺസിഡർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, 3 പോർഷൻസ്. സോ ആദ്യം ബീം വരച്ചു, ബീം വരച്ചിട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു, റിയാക്ഷൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ 3 സ്പാൻ ആയിട്ട് തിരിച്ചു. ആ 3 സ്പാനിൽ നമ്മൾ ഓരോ സെക്ഷൻസ് അസ്യൂം ചെയ്യണം. ഇനി ആ ഓരോ സെക്ഷനിലും ഷിയർ ഫോഴ്സിന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ സ്പാൻ ആയിട്ട് തിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ സി എന്നുള്ള സ്പാൻ എടുത്തു. എ സി എന്നുള്ള സ്പാനിലുള്ള സെക്ഷൻ 1. ഓക്കെ, ഇവിടെ എക്സ് ഡിസ്റ്റൻസിലുള്ള എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ആ സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇനി ഇതിന്റെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടേ? ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ മറച്ചു പിടിക്കുക. റൈറ്റ് സൈഡ്, സോറി, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് മാത്രമേ നോക്കുള്ളൂ. റൈറ്റ് സൈഡ് മുഴുവൻ മറച്ചു പിടിക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ മാത്രം നോക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ മാത്രം നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒറ്റ ഫോഴ്സേ ഉള്ളൂ, 42.5, വിച്ച് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 42.5 ഫോഴ്സ് എഴുതുന്നു. ഇവിടെ നിങ്ങൾ ഡയറക്ഷൻ ഒന്നും കൊടുക്കണം, പ്ലസ് ഓർ മൈനസ് സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ലോഡ് ആയതുകൊണ്ട്. സോ 42.5 ഫോഴ്സ് അപ്വേർഡ് ആക്ട് ചെയ്യുന്നു, അല്ലെ? സോ ഈ സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആ ലോഡ് ഈ സെക്ഷൻ എന്താ ചെയ്യുന്നത്? മുകളിലോട്ട് പുള്ള് ചെയ്യുന്നു. അതായത് ലെഫ്റ്റ് സൈഡ് അപ്പ്. റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡ് അപ്പോ പോസിറ്റീവ്, അല്ലെ? ലെഫ്റ്റ് സൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഡൗൺ ആണല്ലോ. ഇപ്പൊ റൈറ്റ് സൈഡ് ഡൗൺ പോസിറ്റീവ് ഷിയർ ആണ്, നമുക്ക് റൺ ആണ്. റൈറ്റ് സൈഡ് അപ്പ് നെഗറ്റീവ് ആണ്. ഇവിടെ ഈ സെക്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ 42.5 ഉള്ളൂ. അത് ഈ സെക്ഷന് മേലോട്ട് പോകുന്നു, അപ്പുറത്തെ സെക്ഷൻ താഴോട്ട് പോകുന്നു. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഷിയർ. ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തു, ആ സെക്ഷന്റെ ഇക്വേഷൻ എഴുതി. അപ്പൊ അവിടെ 42.5 ഉള്ളൂ, അല്ലെ? സോ ആ 42.5 ആയിരിക്കും എക്സ് 0 ആയാലും എക്സ് ഇതിന്റെ മാക്സിമം, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് 2 ആയാലും എയിലും സിയിലും 42.5 തന്നെ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഒരു കോൺസ്റ്റന്റ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കണ്ടോ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇത് പോസിറ്റീവ് ആവാൻ കാരണം റൈറ്റ് സൈഡ് ഡൗൺ ആണ്. ഓക്കെ, അടുത്ത സെക്ഷൻ എടുത്തു, പോർഷൻ സി ഡി. അപ്പൊ ആദ്യത്തെ സെക്ഷൻ എടുത്തു, അവിടുത്തെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചു. രണ്ടാമത്തെ സെക്ഷൻ എടുത്തു. ഇപ്പൊ രണ്ടാമത്തെ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എത്രയും പോർഷൻ എടുക്കും, കൺസിഡർ ചെയ്യണം? ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു, അതിന്റെ റൈറ്റ് സൈഡ് മുഴുവൻ മറന്നു കളയുന്നു. ഓക്കെ, നൗ നോക്കുക, ഇവിടെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഒരു 42.5 മുകളിലോട്ടുണ്ട്, 30 താഴോട്ടുണ്ട്. ഇപ്പൊ റിസൾട്ടിന്റെ എത്രയാ? 42.5 മൈനസ് 30, 12.5. സോ ഒരു 12.5 ലോഡ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ അപ്പൊ എന്താ സംഭവിക്കുന്നത്? 12.5 മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷന്റെ ഇപ്പുറത്തെ ഭാഗം മുകളിലോട്ട് പോകുന്നു, അപ്പുറത്തെ ഭാഗം താഴോട്ട് പോകുന്നു, അല്ലെ? സോ റൈറ്റ് ഡൗൺ അഗെയിൻ പോസിറ്റീവ് ഷിയർ. ആ ഷിയറിന്റെ വാല്യൂ 12.5. സോ ഇവിടെ വേരിയേഷൻ ഒന്നുമില്ല. സോ 12.5, 12.5. ഓക്കെ, അതും ക്ലിയർ ആയല്ലോ. ഇപ്പൊ രണ്ട് സെക്ഷനെ നമ്മൾ വരച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ എടുക്കണം. മൂന്നാമത്തെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നില്ല, കാരണം എന്താ? ഇവിടെ കുറെ ലോഡ് ഉണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? 47.5 ഇവിടുന്ന്, ബാക്കി ഒരു യു ഡി എല്ലും ഉണ്ട്. സോ 47.5 മൈനസ്, ഇപ്പൊ നമ്മൾ അപ്വേർഡ് വെറുതെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. സോ 47.5 പോസിറ്റീവ് 10 ഇൻറ്റു എക്സ്, അല്ലെ? എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. 10 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, സോറി, ഷിയർ ഫോഴ്സ് ആയതുകൊണ്ട് 47.5 മൈനസ് 10x, അതായിരിക്കും ഫോഴ്സ്. സോ 47.5 മൈനസ് 10x. ഇനി എന്ത് ചെയ്യണം? എക്സിന് വാല്യൂസ് കൊടുക്കണം. സോ ബിയിൽ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ എക്സ് 0 ആകുമ്പോൾ വാല്യൂ എത്രയാ? 47.5. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ 47.5 മുകളിലോട്ടുള്ളതാ പോസിറ്റീവ് എടുത്തേക്കുന്നത്. സോ നമ്മൾ ആൻസർ ചെയ്ത സമയത്ത് 47.5 മൈനസ് 0 പ്ലസ് 47.5 കിട്ടി. അതിന്റെ അർത്ഥം ഈ സെക്ഷൻ മുകളിലോട്ട് പോകുന്നു. റൈറ്റ് അപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഷിയർ നെഗറ്റീവ്. ഇനി അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4. എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലേ? അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 47.5 ഇൻറ്റു നമ്മുടെ 10 ഇൻറ്റു എക്സ്. ഇപ്പൊ 10 ഇൻറ്റു എക്സിന് പകരം 10 ഇൻറ്റു 4 ആവും, അല്ലേ? ഇപ്പൊ 47.5 മൈനസ് 40 എത്രയാ? 7.5. ഇപ്പോഴും പോസിറ്റീവ് അല്ലേ കിട്ടിയ? പോസിറ്റീവ് എന്ന് കിട്ടിയാൽ അർത്ഥം ഇത് മുകളിലോട്ട് തന്നെയാന്നാ, റിസൾട്ടിന്റെ മുകളിലോട്ടാ. റിസൾട്ടിന്റെ മുകളിലോട്ട് റൈറ്റ് അപ്പ്. സോ ഇറ്റ് ഈസ് അഗെയിൻ നെഗറ്റീവ്. സോ ഈ പെർട്ടിക്കുലർ പോയിന്റ് ഡിയിൽ നിങ്ങൾക്ക് രണ്ട് വാല്യൂ ഉണ്ട്. നോക്കിക്കേ, ഇവിടെയും പോയിന്റ് ഡി ആണ്, ഇവിടെയും പോയിന്റ് ഡി ആണ്. സോ 7.5, 12.5 രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 20 കിട്ടും. ഈ വാല്യൂ ആയിരിക്കും. ഇതൊരു ചെക്കാണ്, അല്ലെ? ഒരു പോയിന്റ് ലോഡിന്റെ താഴെയുള്ള ലോഡ് ഷിയർ ഫോഴ്സ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക്
ടോട്ടൽ വാല്യൂ കിട്ടുന്നു. ഞാൻ ജസ്റ്റ് സ്റ്റെപ്സ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട്. ഇനി ഇതുപോലെ ബെൻഡിങ് മൊമെന്റം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ എന്താ ചെയ്യുക? ഇതേപോലെ ഓരോ സെക്ഷൻ എടുക്കുന്നു, ആ സെക്ഷന്റെ അൺബാലൻസ്ഡ് മൊമെന്റ് എടുക്കുന്നു. അപ്പൊ ഈ ഒരു സെക്ഷൻ എടുത്താൽ ഇത്രയും സ്ഥലത്ത് എത്ര മൊമെന്റ് ഉണ്ട്? 42.5x 42.5 ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ്. ഇനി ഈ സെക്ഷൻ എടുത്താൽ ഇവിടെ എന്തൊക്കെ മൊമെന്റ് ഉണ്ട്? 42.5 ഇൻറ്റു എക്സ് മൈനസ് 30 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലേ? സോറി 30 ഇൻറ്റു എക്സ്. സോ 42.5 ഇൻറ്റു എക്സ് മൈനസ് 30 ഇൻറ്റു എക്സ് മൈനസ് 2. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടേ, 30 ഇൻറ്റു എക്സ് മൈനസ് 2. ഇങ്ങനെ ആ സെക്ഷനിൽ ഇക്വേഷൻ ഉണ്ടാക്കി. അടുത്ത ഈ ഒരു സെക്ഷൻ ബി ഡി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ 47.5 ഇൻറ്റു എക്സ് പിന്നെ 10 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? സോ അങ്ങനെ എടുത്തു. സോ ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതി ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇക്വേഷൻ എഴുതിയിട്ട് ഈ സൈലന്റ് പോയിന്റ്സിലെ വാല്യൂ കൊടുക്കുന്നു. എയിലാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 0, സിയിലാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു, അങ്ങനെ വാല്യൂ കൊടുക്കുന്നു, നമുക്ക് മൊമെന്റ് കിട്ടുന്നു. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ കാണേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ പിടിക്കുന്നു, എന്നിട്ട് ആ മൊമെന്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് നോക്കുന്നു. അത് വൃത്തിയായിട്ട് ചിത്രത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ജനറൽ കേസ് പറയുമ്പോൾ ഇതിലല്ലേ. സോ നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്താൽ ഇവിടെ മുറുക്കെ പിടിച്ചിട്ട് ഈ ലോഡ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ അതിനെ വളയ്ക്കുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ഫോഗിങ് ആണോ സാഗിങ് ആണോ എന്ന് പറയാം. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് അതിന്റെ സൈൻ എടുക്കാം, എന്നിട്ട് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും വരയ്ക്കാം. സ്റ്റെപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ബീം വരയ്ക്കുക. ബീം വരച്ചതിന് ശേഷം ഓരോ സെക്ഷൻസ്, ഓരോ സ്പാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ സ്പാനിലും ഓരോ സെക്ഷൻസ് അസ്യൂം ചെയ്യുക. ആ സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഷിയർ ഫോഴ്സിനും ബെൻഡിങ് മൊമെന്റിനും ഇക്വേഷൻസ് എഴുതുക. എന്നിട്ട് ഓരോ പോയിന്റ്സിൽ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ് ഓഫ് പ്രോബ്ലം എന്ന് വെച്ചാൽ ജസ്റ്റ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും മാത്രം കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് അതിൽ ഇങ്ങനെ ഓരോ പോയിന്റിലും ഉള്ള ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എഴുതണം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ താഴെ മാക്സിമം ബെൻഡിങ് മൊമെന്റും മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഷിയർ ഫോഴ്സ് എഴുതാം. അത് പോസിറ്റീവ് നെഗറ്റീവ് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ്. സോ അത് നമ്മൾ പ്രോബ്ലം എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഒക്കെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കിട്ടും. ഇനി പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ലൊക്കേഷൻ. ഇപ്പൊ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് 0 ആവുന്ന പോയിന്റ് അല്ലേ? സോ ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബി ഡി എന്ന് പറയുന്ന സെക്ഷനിലാണ് ഈ ഒരു സാധനം 0 ആവുന്നത് അല്ലെ? ബി ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് അത് 0 ആവുന്നത്. അപ്പൊ ബി ഡിയിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എടുക്കുക. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം പോയിന്റ് സി ബിറ്റ്വീൻ ബി ആൻഡ് ഡി, അത് എത്രയായിരിക്കും? 20 ഇൻറ്റു എക്സ്. സോ ഇതാണ് ആ എക്സ് എന്ന് വിചാരിക്കാം, നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസിലോട്ടുള്ളത്. സോ 20 ഇൻറ്റു എക്സ്, പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്താ? 55. സോ 55 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലേ? സോ 55 ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് 20 ഇൻറ്റു എക്സ്. ഇത് നിങ്ങൾ ഏത് പോസിറ്റീവ് എടുക്കുന്നു ഏത് നെഗറ്റീവ് എടുക്കുന്നതിന് ബേസ് ചെയ്തിരിക്കും ഈ ആംഗിൾ, സോറി ഈ സൈൻ. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കുക അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ക്ലോക്ക് വൈസ് എടുത്ത് പോയാലും മതി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആന്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ് എടുത്തിരിക്കുന്നത് ഞാൻ. സോ 55 ഇൻറ്റു എക്സ് മൈനസ് 1 അത് പോസിറ്റീവ് എടുത്തു, 20 ഇൻറ്റു എക്സ് നെഗറ്റീവ് എടുത്തു. അതായത് ക്ലോക്ക് വൈസ് നെഗറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. എന്നിട്ട് ഞാൻ ഇക്വേഷൻ ഫോം ചെയ്തു അല്ലേ? സോ ഈ ബി ഡിയിൽ അറ്റ് എ പോയിന്റ് ഈ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആവുന്നു. അതിന്റെ അർത്ഥം ഈ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0. സോ ബി ഡിയിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതി, എന്നിട്ട് ആ ഇക്വേഷൻ 0 ആണെന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ സോൾവ് ചെയ്തപ്പോൾ എക്സ് കിട്ടി. ആ എക്സ് ഡിസ്റ്റൻസ് ആണ് എന്ത്? പോയിന്റ് സി ഇന്ന് കോൺട്രാഫ്ലക്ഷറിന്റെ ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലൊക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങളോട് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലൊക്കേറ്റ് ചെയ്യാം, യൂഷ്വലി അത് വരാൻ സാധ്യത നമ്മുടെ ഇതുപോലെയുള്ള ഓവർ ഹാങ്ങിങ് ബീംസിലാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ കോൺട്രാഫ്ലക്ഷൻ വരുന്നതെന്ന് ആ സ്പാൻ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ സ്പാനിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് ആ ഇക്വേഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ഡിസ്റ്റൻസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഒരു യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതേപോലത്തെ ഒക്കെ ചിത്രമാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ? ഇവിടെ 50 ആയിരിക്കും മാക്സിമം, ഇവിടെ 20 ആയിരിക്കും മാക്സിമം. സോ പോസിറ്റീവ് 50, നെഗറ്റീവ് 20 മാക്സിമം വാല്യൂസ്. സോ അതുപോലെ വേറെ ഏതെങ്കിലും ഈ പ്രോബ്ലം എടുത്താൽ 120 ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇതല്ലാതെ ചില പ്രോബ്ലംസ്
ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു സൈലന്റ് പോയിന്റിലായിരിക്കില്ല ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത്. നമ്മൾ എടുക്കുന്ന ADEBC ഇവിടെ ആയിരിക്കില്ല ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത്, ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കാം. സോ അങ്ങനെയുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് പിന്നെ ചോദിക്കുക. സോ ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? സോ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വേറൊരു പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ നമുക്കറിയാം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റിന്റെ എന്താണ്? ഡെറിവേറ്റീവ് ആണ് അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ് ഷിയർ ഫോഴ്സ്. ഇപ്പൊ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും. അത് ഡിഫറൻഷ്യൽ റിലേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന. സോ മാക്സിമ മിനിമ കണ്ടീഷന് മാക്സിമം കണ്ടീഷൻ ആവണമെങ്കിൽ ഡെറിവേറ്റീവ് ഷുഡ് ബി 0 അല്ലെ? സോ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. സോ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എവിടെയാണ് ഷിയർ ഫോഴ്സ് 0 എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് അതിപ്പോ നിങ്ങൾക്ക് DE എന്നുള്ള സ്പാനിലാണ് അല്ലെ? ഇപ്പൊ DE എന്നുള്ള സ്പാനിൽ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഷിയർ ഫോഴ്സ് 0 ആവുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയുന്നു. മാക്സിമം ബെൻഡിങ് മൊമെന്റ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് യൂഷ്വലി വരിക ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ്സിലാണ്. നമ്മൾ സിംപ്ലി സപ്പോർട്ട് എടുത്താൽ ഷിയർ ഫോഴ്സ് 0 ആവുന്ന എവിടെയാ? സപ്പോർട്ടിലായിരിക്കും അല്ലെ? സോ അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരാൻ സാധാരണഗതിയിൽ സാധ്യത സപ്പോർട്ട്സിലാണ്. അതുപോലെ ഓവർ ഹാങ്ങിങ് ആണെങ്കിലാണ് മാറ്റം വരിക. മാക്സിമം ഷിയർ ഫോഴ്സ് സപ്പോർട്ടിലല്ലാതെ 0 ഷിയർ ഫോഴ്സ് സപ്പോർട്ടിലല്ലാതെ ഇതുപോലെ വേറെ ഏതെങ്കിലും പോയിന്റിൽ വരും. ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മൾ എഴുതിയ പോയിന്റിലൊന്നുമല്ല, വേറെ എവിടെയോ ആണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത്. അപ്പൊ ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് എടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാണ്. അപ്പം ഡിയിലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത് നമുക്ക് മനസ്സിലായി. ഈ സ്പാനിലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത്. അപ്പൊ ആ ഡി സ്പാനിന്റെ ഇക്വേഷൻ എടുക്കുന്നു. ഡി സ്പാനിന്റെ ഇക്വേഷൻ എടുത്തിട്ട് ആ ഡി സ്പാനിന്റെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുന്നു. അതിവിടെ 4.68 മൈനസ് 3x ആണ്. ഓക്കെ, 4.38 മൈനസ് 3x അതാണ് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ. എന്നിട്ട് ആ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് ആണല്ലോ ഇത്. അപ്പൊ ആ എക്സ് ഈക്വൽ ടു 0 എന്ന ആ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത്. ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എടുക്കുക. അവിടെ എക്സിന് ഈ കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് കൊടുക്കുക, 1.6 എന്നുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. സോ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ജനറലി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വരയ്ക്കുന്നത് ശരിയാക്കണം. പിന്നെ ഓരോ സെക്ഷൻസ് എടുക്കുക. ഓരോ സെക്ഷൻസിന്റെ റൈറ്റോ ലെഫ്റ്റോ എടുക്കുക, ഏതെങ്കിലും ഒരെണ്ണം മാത്രം. എന്നിട്ട് അവിടുത്തെ ഇക്വേഷൻ ഫോം ചെയ്യുക. ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ, ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ. എന്നിട്ട് ആ ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട പോയിന്റ്സ്, ഇപ്പൊ ഈ ഒരു ഫിഗറിലാണെങ്കിൽ ADEBC ഈ എല്ലാ പോയിന്റ്സിലെയും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചിത്രം വരയ്ക്കുന്നു. ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സപ്പോർട്ട് അല്ലാത്ത വേറെ ഏതൊരു പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത്. അപ്പൊ ആ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണം. ആ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ എന്താ ചെയ്യുക? ആദ്യം ഏത് സ്പാനിലാണ് ആ ഷിയർ ഫോഴ്സ് 0 വരുന്നത് നോക്കുക. എന്നിട്ട് ആ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ആ സ്പാനിലെ ഷിയർ ഫോഴ്സ് ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് അത് ഈസ് ഈക്വൽ ടു 0 കൊടുത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടി. ഇനി ആ പെർട്ടിക്കുലർ ഷിയർ ഫോഴ്സ് 0 ആയ പോയിന്റിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുക. മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ സ്പാനിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സ് ഡിസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. അപ്പൊ ഈ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിൽ നിന്ന് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു. അതുപോലെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നു. പഠിച്ചു നോക്കുക, രണ്ടും മാറിപ്പോരുത് കേട്ടോ. മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 0 ഷിയർ ഫോഴ്സ് പോയിന്റ് ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലെ 0 പോയിന്റാണ് നോക്കുന്നത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എവിടെയാണ്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ 0 വരുന്നതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഞാനിത് വളരെ സ്പീഡിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് പോയി കാണാം. ജസ്റ്റ് ഒന്ന് റിവിഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ചെക്ക് ചെയ്യാൻ ഫ്രീ എൻഡ് ഓഫ് കാന്റിലിവറിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ട് നിങ്ങൾ വരച്ച് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നു വരച്ചു കഴിഞ്ഞ സമയത്ത്
നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ബെൻഡിങ് മൊമെന്റ് സോറി സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരുന്നു രണ്ടറ്റത്ത്. അത് തെറ്റാണ്. കാരണം എന്താ? സിംപ്ലി സപ്പോർട്ടഡിന്റെ സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ? അത് റോളർ സപ്പോർട്ടാണ്. മൊമെന്റ് പ്രൊവൈഡ് ചെയ്യും അവിടുത്തെ ബെൻഡിങ് മൊമെന്റ്, അപ്പോൾ 0 ആയിരിക്കും. സോ അങ്ങനത്തെ ചെക്ക് ചെയ്യാം. കാൻഡിലിവറിന്റെ ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡിന്റെ എൻഡ്സിലും ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. ഇനി മാക്സിമം അറ്റ് ദ പോയിന്റ് വെർ ഷിയർ ഫോഴ്സ് ഈസ് 0. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, ബെൻഡിങ് മൊമെന്റ് ഈസ് മാക്സിമം വെർ ദ പോയിന്റ് വെർ ഷിയർ ഫോഴ്സ് ഈസ് 0. ഇനി കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വെർട്ടിക്കൽ ജമ്പ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ലോഡ് ഉണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഇതുപോലെ ഒരു ജമ്പ് ഉണ്ടാവും. ആ ജമ്പിലെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ലോഡ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ. ഇനി ഓവർ ഹാങ്ങിങ് ബീം ആണെങ്കിൽ അവിടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് ലോഡ് ഇന്റൻസിറ്റി, സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഷിയർ ഫോഴ്സ്. ഇത് വെച്ചാണ് നമ്മൾ ആ പാരാബോളിക് കർവ് വരയ്ക്കുന്നത്. അത് നമ്മളൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഇനി മേക്ക് ഷുവർ ആൻഡ് ലൊക്കേറ്റ് ദ മാർക്ക് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫൈനൽ ആൻസറിൽ മാർക്ക് ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സും മാർക്ക് ചെയ്യണം, മാക്സിമം ബെൻഡിങ് മൊമെന്റ്സ് ഷിയർ ഫോഴ്സും മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്പാൻ സെലക്ട് ചെയ്യുന്ന എല്ലാ പോയിന്റ്സ് ABCD സെലക്ട് ചെയ്ത ആ ABCD പോയിന്റ്സിലെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് എന്തായാലും മാർക്ക് ചെയ്യണം. ഇനി ആ പോയിന്റ്സിലല്ല മാക്സിമവും മിനിമവും വാല്യൂ വരുന്നെങ്കിൽ അത് മാർക്ക് ചെയ്യണം. ഇനി പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് വന്നാൽ അത് മാർക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിൽ കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പൊ മൊഡ്യൂൾ 3ന്റെ പാർട്ട് സിയിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കുന്നത്. ഇനിയുള്ളത് നമ്മുടെ ടോർക്കിലെ ഒക്കെ പോർഷൻ ആണ്. അത് നമ്മൾ ചെയ്ത ടൈപ്പ് പ്രോബ്ലംസ് തന്നെ ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നമ്മൾ ടോർഷന്റെ ഡിസ്കസ് ചെയ്ത പാർട്ട് 2 ടോർഷനും അതുപോലെ ഷാഫ്റ്റ് തിൻ സിലിണ്ടറും ഡിസ്കസ് ചെയ്ത ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ പറഞ്ഞ ടൈപ്പ് പ്രോബ്ലംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ആ പ്രോബ്ലംസ് നിങ്ങൾ പഠിച്ചാൽ മതി, ആ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളിൽ ചോദിക്കുക. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് പോർഷൻ തറവായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഇഷ്ടമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഇടാം അല്ലെ. ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു ലോഡ്, ഈ ഒരു ചിത്രത്തിൽ തന്നെ ഞാൻ ഇവിടെ ഒരു ലോഡ് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയി. അങ്ങനെ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും. അപ്പൊ മാക്സിമം നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പോകുക. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രോബ്ലം പഠിച്ചിട്ട് അത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാണാപ്പാഠം പഠിച്ചിട്ട് പോയാൽ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ അല്ല. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. അങ്ങനെയാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റും. വളരെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് പഠിക്കണം? ടോർഷനും തിൻ സിലിണ്ടറും പഠിക്കണം. ടോർഷനും തിൻ സിലിണ്ടറും തറവായിട്ട് പഠിക്കണം. അത് ഇതേപോലെ കൺസെപ്ഷ്യലായിട്ട് അറിയാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. സോ ആ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സാധാരണ പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാം ഈ രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഒരു യൂണിറ്റിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. രണ്ടെണ്ണം ഒരുമിച്ച് അല്ലേ. ഇപ്പൊ യൂഷ്വലി ഒരു SFD പ്രോബ്ലവും ഒരു ഷാഫ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ പിൻ സിലിണ്ടർ പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് പകുതിയെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ട് പോയാൽ. മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. And all the best. Okay. With this, we are concluding this session. Thank you.